എല്ലാവർക്കും നമസ്കാരം. വിഷു ആകുന്നതേ ഉള്ളൂ. പക്ഷേ ഞങ്ങളുടെ നാട്ടിലെ കണിക്കൊന്ന പൂത്തു കഴിഞ്ഞു. കണ്ടോ, ഇങ്ങനെ പൂത്തുലഞ്ഞ് പീതാംബര രൂപിയായി അങ്ങനെ ഞങ്ങളുടെ കണിക്കൊന്ന നിൽക്കുകയാണ്. ഈ കണിക്കൊന്ന യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ പ്രകൃതിയുടെ ഭാഗമായി തീർന്നിട്ടുണ്ടെങ്കിലും ഇത് പോർത്തുഗീസുകാർ കേരളത്തിലേക്ക് കൊണ്ടുവന്ന ഒരു പൂച്ചെടിയാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. എനിക്കൊന്ന് പൂത്ത് നിൽക്കുന്നത് കണ്ടില്ലേ? വിഷു വരാറായി. അതുകൊണ്ട് വിഷുവിൻ്റെ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും ഞാനൊന്ന് പറയാം. നമ്മൾ ശ്രീരാമൻ കൊന്ന സ്മരണയ്ക്കായിട്ടാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. വീട്ടിൽ എല്ലാവരും പടക്കം പൊട്ടിച്ച് പിന്നെ പൂത്തിരി കത്തിച്ച് എല്ലാ വർഷവും നമ്മൾ ആഘോഷിക്കുന്നത് സന്തോഷത്തോടു കൂടിയാണ്. ഈ വിഷുവിൻ്റെ ആഘോഷം ശ്രീരാമനും രാവണനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ ഉപരിയായിട്ടുള്ള വലിയൊരു അടിസ്ഥാന തത്വമുണ്ട്. നമ്മൾ പറയും എല്ലാ ദിവസവും കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന്. എന്നാൽ യാഥാർത്ഥ്യം അങ്ങനെയല്ല. ഒരിക്കലും കിഴക്ക് ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നില്ല. എപ്പോഴും ചെരിഞ്ഞിട്ടാണ്. എന്നുവെച്ചാൽ വടക്ക് കിഴക്ക്, കിഴക്ക് വടക്ക് എന്നുള്ള രീതിയിലാണ് എപ്പോഴും സൂര്യൻ അസ്തമിക്കുകയും ഉദിക്കുകയും ഒക്കെ ചെയ്യുന്നത്. വർഷത്തിൽ 2 ദിവസം മാത്രമേ കൃത്യമായിട്ട് സൂര്യൻ കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നുള്ളൂ. അത് സംക്രാന്തി, വിഷു എന്നീ ദിവസങ്ങളിലാണ്. അതാണ് നമ്മുടെ ഞാറ്റുവേലയെ നിർണ്ണയിക്കുന്നത്. ഇതൊരു ഞാറ്റുവേല ഉത്സവം കൂടിയാണ്. നമസ്കാരം.